ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ആ കോള് വരുമ്പോൾ ആരാണ് വിളിക്കുന്നത് എന്ന് നമുക്ക് ഒരു ഡൗട്ടായിരിക്കും. അപ്പോൾ ഫോട്ടോ വരെ കാണിച്ചു തരും. നമുക്ക് ആരാണ് കോൾ ചെയ്യുന്നത്, ഇതിപ്പോൾ നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറാണെങ്കിലും അയാളുടെ ഫോട്ടോ കാണിച്ചു തരും. ഇത് ഈ ട്രൂ കോളർ ആപ്പ് ഉണ്ടല്ലോ, അതൊന്നുമല്ല കേട്ടോ. ഇത് വേറൊരു അടിപൊളി ആപ്ലിക്കേഷനാണ്, നല്ല റേറ്റിംഗ് ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെ നോക്കാം. ആദ്യം നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തിട്ട് അതിൽ ജസ്റ്റ് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ എന്താ, ഇതാണ് ഈ ആപ്ലിക്കേഷൻ. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്, ഇതിപ്പോൾ തന്നെ പോയി ഇൻസ്റ്റാൾ ചെയ്യണ്ട. ഇതിൻ്റെ സെറ്റിങ്സ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെയെന്ന് കാണാം. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ അത് എങ്ങനെ ആയിരിക്കും വരിക, നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അതായത് ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേതാണോ നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ആപ്പിൻ്റെ പേരുണ്ടല്ലോ, ഈ മൂന്നാമത്തെ അത് തന്നെയാണ് കൊടുക്കേണ്ടത്. അത് സെറ്റ് ആസ് ഡിഫോൾട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ ആക്സസ് കൊടുക്കണം. നമ്മൾ ആക്സസ് പറഞ്ഞാൽ പെർമിഷൻ കോള്, കോണ്ടാക്റ്റ്, അതിൻ്റെ പെർമിഷൻ. പിന്നെ ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണായിരിക്കും സെലക്ട് ആയിട്ടുള്ളത്. അപ്പോൾ അത് ഐക്കോൺ എന്നുള്ള ആപ്പ് തന്നെ കൊടുക്കുക. ശേഷം അത് പിന്നെ എനാബിൾ വാട്സപ്പ് ID. അപ്പോൾ ഇത് ആക്സസ് കൊടുക്കുക, അലോ കൊടുക്കുക. അപ്പോൾ എന്തായി, ഇപ്പോൾ ഓക്കെ ആയി. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ നമ്പർ ആയിരിക്കും ചോദിക്കുക. നമ്മൾ ആദ്യം നമ്മുടെ ഫോണ് നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യാം. നമ്പർ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി വാലിഡേറ്റിംഗ് ദ നമ്പർ ഇങ്ങനെ വരും. അപ്പോൾ ഇത് വാലിഡേറ്റ് ആയിക്കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ എൻ്റെ നമ്പർ. ഇപ്പോൾ ഇത് ഇത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ എൻ്റെ ഓക്കെ ആയി. ഇനി നമുക്ക് ആര് വിളിക്കുകയാണെങ്കിലും, ഇപ്പോൾ എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആളുകളുടെ ഫോട്ടോസാണ് ഈ കാണുന്നത്. നമുക്ക് ആര് വിളിക്കുകയാണെങ്കിലും അവരുടെ ഫോട്ടോ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. കേട്ടോ, നമുക്ക് ആര് വിളിച്ചാലും അവരുടെ ഫോട്ടോ കാണിച്ചു തരും. അതാണ് ഈ ആപ്ലിക്കേഷൻ. പിന്നെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. നമ്പർ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം, ആര് നമ്പറാണ് എന്നൊക്കെ. അപ്പോൾ നമ്പർ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഫോട്ടോ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.